പറഞ്ഞു വന്ന ഒരു കാര്യം, വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം മുഖേന അവകാശികൾക്ക് എത്തിക്കുക. അദ്ദേഹം എത്തിച്ചില്ലെങ്കിൽ ഉത്തരവാദി ഈ ഉടമസ്ഥൻ തന്നെയാണ്. എന്നാൽ പുത്തനാശയക്കാരായ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പൊ പറയുന്നത് എന്താണ്? അങ്ങനെ അവകാശിയുടെ കയ്യിൽ എത്തണം എന്നില്ല. പിന്നെ അത് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ കയ്യിൽ ഇങ്ങ് തന്നാ മതി, അത് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കള്ളുടിച്ചാലും അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മുജാഹിദ് ജമാഅത്തിന്റെ മൗലവിമാർ പറയൂല എന്നല്ലേ നിങ്ങളൊക്കെ മനസ്സ് പറയാം? കാരണം അങ്ങനെയാണല്ലോ ജനങ്ങൾ ധരിച്ചു വെച്ചത്. അവരൊക്കെ ഒരു നല്ല മനുഷ്യന്മാരാണ് എന്നല്ലേ ധരിച്ചു വെച്ചത്. താടിയുണ്ട്, അതുപോലെ തന്നെ പള്ളിയിലുണ്ട്. അപ്പൊ അവരങ്ങനെ പറയോ എന്നൊരു സംശയം ഉണ്ടാവും. എന്നാൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ഇത് സ്വന്തം കൊടുക്കൽ പറ്റൂല, പാടില്ല എന്നാണ് പറയും. ഷാഫി ഇമാമൊക്കെ പറഞ്ഞതാണ് സ്വന്തം കൊടുത്താലാണ് വളരെ നല്ലത് എന്നാണ്. എന്നാ കേട്ടോളി. ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനിങ്ങനെ കുറെ തെളിവല്ലാത്തൊക്കെ തെളിവാക്കി കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് അവസാനം പറയാണ്, അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ്. മുതലാളിമാര് തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക. വാദത്തിനു വേണ്ടി അവകാശികൾക്ക് ലഭിക്കുകയില്ലെന്ന് നാം സമ്മതിക്കുക. എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ സക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി. 4 മദ്ഹബിന്റെ ഇമാമികളും കാണാത്തൊരു ഖണ്ഡിതമായ വിധി, സഹാബികൾ കാണാത്തൊരു വിധി, റസൂലുള്ളാഹി കാണാത്തൊരു വിധി, ഖുർആനിലില്ലാത്തൊരു വിധി. എന്നിട്ട് അതിന് തെളിവ് വരുന്ന സ്ഥലത്ത് പറയാണ്, നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ സക്കാത്ത് നൽകുവീൻ. അവർ അത് അവകാശികൾക്ക് നൽകാതെ കള്ള് വാങ്ങി കുടിച്ചാലും. അപ്പോ അവകാശികൾക്ക് കൊടുക്കാതെ ഈ കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർ അവർ കള്ള് വാങ്ങി കുടിച്ചാലും ആർക്കെന്നെ കൊടുക്കണം? കമ്മിറ്റിക്ക് തന്നെ കൊടുക്കണം. ഇത് ഏത് ഇസ്ലാമാണ്? സക്കാത്തിന്റെ കാശ് കൊണ്ട് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർക്ക് കള്ളു കുടിക്കണമോ? അതിന് സുന്നി പണ്ഡിതന്മാർ വകവെച്ച് തരണമെന്നാണോ? ഇത് വെറുതെ പറയാണോ? 310 അതിന് ഹദീസ് തെളിവുണ്ട് എന്നാ പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഭരണാധികാരി അക്രമിയാണെങ്കിൽ അയാൾ ഇടക്കൊക്കെ ഒരു വലിയ ഭരണാധികാരിയാണ്, അയാൾ ഇടക്കൊക്കെ വാട്ടീസ. എന്നാലും അയാളെ ഭരണത്തിനെതിരെ നീങ്ങണ്ട, അയാൾ പറഞ്ഞേച്ച ആളെടുത്ത് കൊടുത്തോളൂ എന്നാ പറഞ്ഞ്, അല്ലാതെ കള്ളുടിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുത്തോളൂ എന്നല്ല. ഇതിലെന്താ പറഞ്ഞത്? അതെ, കള്ള് വാങ്ങി കുടിച്ചാലും. അപ്പൊ കള്ള് വാങ്ങി കുടിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കണം. മുജാഹിദ് കേന്ദ്രം കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണം മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഈ സക്കാത്ത് സ്വന്തം കൊടുക്കൽ വലിയ അനാചാരാണ്. മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, കള്ള് വാങ്ങി കുടിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ?